കഷ്ടം ഇത്. നേരത്തെ തൂക്കം കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പതാ പാമ്പിനെയും കൊണ്ട് വന്നിരിക്കുന്നു. അതും വിഷമുള്ള മൂർഖന്. മാളൂനെ ഒന്നും ചെയ്യരുതെന്ന് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ആ നരന്ത് കാരണം എന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു തുടങ്ങിയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? മാളൂന് എന്തെങ്കിലും പറ്റിയാലേ തന്റെ ഒരു ഉദ്ദേശവും നടക്കില്ല, പറഞ്ഞേക്കാം. ഇതിൽ കൂടുതൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നകുലേ, ആ പാമ്പിനെ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് വെളിക്കള. എനിക്ക് ജീവി ഇഷ്ടമല്ല. കണ്ടാ തന്നെ മേല് മുഴുവൻ കുളിര് വന്ന് വിറയ്ക്കും. അതെ, പാമ്പ് എന്തായാലും വീടിനകത്ത് തന്നെ ഉണ്ട്. എല്ലാരോടും ശരിക്കും നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. എവിടെയാ പാമ്പെന്ന് കണ്ടുപിടിച്ച് കാണിച്ചെന്നാ ഞാൻ അതിനെടുത്ത് കളയാൻ പറ്റുമോ നോക്കാം. ഇവ ശരിക്കും നമുക്കൊരു പാരയാണല്ലോ മോളെ. എന്ത് ചെയ്യാൻ? എടുത്ത് തലയിൽ വെച്ച് പോയില്ലേ, ഇനിയിപ്പൊ ചുമക്കാതെ പറ്റില്ലല്ലോ. ആ പാമ്പിന്റെ കടി കൊണ്ട് നമ്മുടെ കാറ്റ് പോവാതെ നോക്കി ശ്രദ്ധിച്ച് നടക്കണം. വീട്ടിനകത്തു പോലും സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഇത്രയും ദിവസം പ്രേതത്തിന്റെ കടി ഇടിയായിരുന്നു, ഇനി പാമ്പിന്റെ കടിയും കൂടി കൊള്ളണമല്ലോ ഈശ്വര. പാമ്പല്ല, മനുഷ്യന്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. ഇപ്പൊ പാമ്പ് കടിക്കാതെ തന്നെ ഞാൻ അറ്റാക്ക് വന്നങ്ങ് തീർന്നേനെ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഗംഗ എന്താ ഈ തേടുന്നേ? ഇതിന്റെ അടിയിൽ എന്തോ തടയുന്നുണ്ട്. എന്നാ പിന്നെ വേഗം എടുത്ത് മാറ്റ്. എന്താ ഇത്? ഇത് പാമ്പിന്റെ തോലല്ലേ? അതെ, പാമ്പ് പടം പൊഴിച്ചതാണല്ലോ ഇത്. ഇതെങ്ങനെ ഇവിടെ വന്നു? അറിയില്ല. ഇതെന്താ നാത്തൂനെ? ദേ ഇത് കണ്ടോ, ഇത് പാമ്പിന്റെ തോല. ഇതിന്റെ അടിയെ കടന്നതാ. കാറ്റടിച്ച് പറന്നു വന്നതായിരിക്കും. അതെങ്ങനെ കാറ്റടിച്ച് വരാനാ? എന്നും തൂത്ത് തുടച്ചിടുന്ന സ്ഥലല്ലേ. കാറ്റടിച്ച് വന്നാലും നേരെ ഇങ്ങോട്ട് വരില്ലല്ലോ. അതെ, പിന്നെങ്ങനെ വരാനാ? വീടിനകത്ത് പാമ്പൊന്നും ഇല്ലല്ലോ. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെ കാണാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരിപ്പുണ്ടെങ്കിലോ അത് പൊഴിച്ചിട്ടുണ്ടാവും. ഞാനിത് കളഞ്ഞിട്ട് വരാം. ഇവിടെ നിൽക്കായിരുന്നോ? വാ, നമുക്ക് അപ്പുറത്ത് പോവാം. ഞാനിവിടെ തൂത്ത് വാരിക്കൊണ്ട് നിൽക്കല്ലേ മാളു. മോള് മുറിയിലേക്ക് പോയിക്കോ, ഞാൻ വന്നോളാം. പറ്റില്ല, ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട, ദേ ഇപ്പൊ ഇവിടെ നിന്നൊരു പാമ്പിന്റെ തോല് കിട്ടി. ഈ ഭാഗത്ത് മിക്കവാറും പാമ്പുണ്ടാവും. മോള് മുറിയിലേക്ക് പോയിക്കോ. ഗംഗ പറയുന്ന അനുസരിക്കും മാളു. മോള് ചെല്ല്. ഗംഗ പറയുന്നത് മാളു അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാളുവിന് പോകാൻ തോന്നുന്നില്ലെങ്കിൽ മാളു പോകണ്ട. അല്ല, ഗംഗ പറയുന്നേ ഞാൻ കേക്കൂ. ഞാൻ പോവാ ഗംഗേ. നകുല് പറഞ്ഞത് തന്നെയാ ശരി. ഈ കുട്ടിപ്പിശാശിനെ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കേണ്ടത് തന്നെ. എല്ലാവരും ഒന്ന് മാറി നിന്നേ, ഞാൻ ഇവിടൊക്കെ ശരിക്കും ഒന്ന് നോക്കാം. പിന്നെ നീ പറയുന്നത് കേൾക്കാനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ തോല് നീ തന്നെ ഇവിടെ കൊണ്ടിട്ടതായിരിക്കും. ഞാൻ എന്തിനാ പാമ്പിന്റെ തോല് വീട്ടിനകത്ത് കൊണ്ടുവിടുന്നത്? എല്ലാരെയും പേടിപ്പിക്കാൻ. ഞങ്ങളല്ലേ ഇത് കണ്ട് പേടിക്കുമ്പോ നിനക്ക് സന്തോഷിക്കാലോ. അതെ, ഇവിടെ പാമ്പും ഇല്ല, ഒരു ചേമ്പും ഇല്ല. എല്ലാം ഇവരുടെ ഉടായിപ്പ് പരിപാടിയാ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നതാ. ഗംഗ പറഞ്ഞ ശരിയായ മാവതി, ഞാൻ കണ്ടതാ ഗംഗ ഇത് എടുക്കുന്നത്. അതുകൊണ്ടേ കള ഗംഗ. മോളെ, അതെടുത്തൊന്ന് കളഞ്ഞേ. ഞാൻ എന്തിനാ കളയുന്നേ? മോള് വല്ലാതെ പേടിച്ചല്ലോ. മാളു എന്താ? മാളു, മാളു, മോള് പേടിക്കണ്ട, അനങ്ങാതെ നിന്നാ മതി. എന്താ എന്താ മാള് കരയുന്ന കേട്ടല്ലോ. മഹിയുടെ പാമ്പ്. അയ്യോ,
പാമ്പ് അകത്തുണ്ടെന്ന് ഗംഗ പറഞ്ഞത് ശരിയായിരുന്നു. മാളു പേടിക്കണ്ട കേട്ടോ. പാമ്പിനെ നമ്മൾ ഉപദ്രവിക്കില്ല എന്ന് കണ്ട അത് പൊയ്ക്കോളും. എങ്ങോട്ട് പോവുന്നു? അത് പോയാലും ഈ വീടിനകത്ത് തന്നെയല്ലേ നിൽക്കൂ. അതിനെ തല്ലി കൊല്ലും മഹിയേട്ടാ. അയ്യോ കൊല്ലണ്ട, അതൊരു ജീവനല്ലേ. മാളുവിനെ ഞാൻ എടുക്കാം. അതിന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോവല്ലേ മഹിയേട്ടാ. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. എനിക്കിതിനെ തൊടാൻ സാധിക്കുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ള പാമ്പ. ഒരു കൊട്ടേഷൻ കൊടുത്താൽ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് ആളെ പിടിക്കാൻ അറിയാം. കൃത്യമായിട്ട് മാളുവിനെ തന്നെ സ്കെച്ചിട്ട് പിടിച്ചല്ലോ. ആ നകുലു വന്നല്ലോ. നകുലിന് ജീവികളെയൊക്കെ അടുത്തറിയാവുന്നല്ലേ? അതെ, പക്ഷെ പാമ്പുമായിട്ട് അത്ര പരിചയമില്ല. പാമ്പുകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. ഒത്തു കിട്ടുന്നത് വിചാരിക്കാത്ത സമയത്തായിരിക്കും. അയ്യോ, എല്ലാരും സംസാരിച്ച് നിൽക്കാതെ വേഗം എന്തെങ്കിലും ചെയ്യൂ. മഹി, ആ പാമ്പ് കൊടുത്ത കാര്യയോ ഫോറസ്റ്റുകാരെയോ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറ. ആ, ഹലോ, ഫോറസ്റ്റ് ഓഫീസല്ലേ? എൻ്റെ വീട്ടിലൊരു പാമ്പ് കയറി. അതെ, ഉണ്ട്. ഒന്ന് പെട്ടെന്ന് എത്താൻ പറ്റുമോ? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ശരി, നോക്കിക്കോളാം. ആ, അവര് ഉടനെ വരൂ മഹി. വരാമെന്നാ പറഞ്ഞത്. ഞാൻ ലൊക്കേഷൻ ഒന്ന് അയക്കട്ടെ. ഇങ്ങനെ ഇരിക്കാം. മോളെ, വാ. മോൾക്കൊന്നും പറ്റിയില്ല. ഇല്ല അച്ഛാ. ഇവിടെ പാമ്പ് കയറിയെന്നൊരു കോള് വന്നല്ലോ. അകത്താണ് സർ. അതെങ്ങനെ പാമ്പ് അകത്ത് കയറിയത്? അതറിയില്ല സർ. പല മുറിയിലും കണ്ടു. അല്ല, അപ്പൊ കൊറേ പാമ്പുണ്ടോ? അതല്ല, ഒരെണ്ണം തന്നെയാ. അതിങ്ങനെ ഓടി നടക്കുക. വടോ. എന്റെ ഈശ്വര, ആ പാമ്പിനെ വേഗം ഒന്ന് പിടിക്കാൻ പറ്റണേ.
പാമ്പ് എവിടെ? ഇത് ആ മാറ്റിനടിയിലുണ്ട്. പെട്ടെന്ന് അതിനൊന്ന് പിടിച്ചു മാറ്റണം സർ. അതിനല്ലേ ഞങ്ങൾ വന്നത്. ഇപ്പൊ മാറ്റിത്തരാം. ആ പാമ്പ് എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാ. വാ, നമുക്ക് മാറി അങ്ങോട്ട് നോക്കാം. ഇതെവിടെ പോയോ എന്തോ? ഇതെവിടെ പോയി? എവിടെ പോയി? മയ്യേട്ടൻ ആ മാറ്റ് എടുത്തിടുമ്പോ അതവിടെ ഉണ്ടായിരുന്നതാണല്ലോ. പാമ്പ് എന്തായാലും താഴെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ധൈര്യമായിട്ട് ഇരിക്കാം. പാമ്പ് സ്റ്റെപ്പ് കയറിയൊന്നും വരില്ലായിരിക്കും. അയ്യോ 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 എന്റെ മോള് എന്താ സംഭവിച്ചത്? പാമ്പ് മോളിലുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നിനക്ക് എന്തെങ്കിലും പറ്റിയോ മോളെ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പാമ്പ് എവിടെ ശ്രേയ? മുറിയിലുണ്ട്. മുറിയിലോ? ആ അതെ മഹേട്ട, അതവിടെ ചുരുണ്ട് കിടക്കുക.
അമ്മേ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ ആരോ ഷൂ ഷൂ എന്ന് വിളിച്ചു. പാമ്പ് തന്നെ അല്ലേ? ആ അതെ അമ്മേ. പാമ്പ് അവിടെ ഉണ്ടെങ്കിൽ അവര് പിടിച്ചോളും. ഉം. ആ പാമ്പിനെ ഒടുക്കത്തെ ബുദ്ധിയാ. നമ്മൾ എവിടെ പാമ്പില്ലെന്ന് വിചാരിക്കുന്നോ അവിടെ അത് ഉണ്ടാകും. നമ്മളത് എവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കോ അവിടെ ഉണ്ടാവില്ല. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ആ പാമ്പ് പിടുത്തക്കാരൻ ദുഷ്ടൻ നകുൽ എവിടെ പോയി അമ്മേ? ആ ഞാൻ കണ്ടില്ല. പാമ്പ് കടി കൊള്ളാതിരിക്കാൻ ഇവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. എനിക്ക് നിന്നെ തൊടാൻ പറ്റുന്നില്ലെങ്കിലും നിനക്കുള്ളത് പാമ്പ് തന്നല്ലോ. പാമ്പിനെ കൊണ്ട് ഇങ്ങനൊരു പ്രയോജനം ഉണ്ടായി. നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണു ശ്രേയ. എല്ലാം മുക്കുമൂലി അരിച്ചു പറക്കണം. ഒരു കാരണവശാലും അത് നമ്മുടെ കണ്ണു പിടിച്ച് രക്ഷപ്പെടാൻ പാടില്ല. ഇവിടെ ഇല്ലല്ലോ സാറേ. പിന്നെ അതെവിടെ പോയി? ഈ മുറിയിൽ പാമ്പുണ്ടെന്ന് ആ കുട്ടി ഓടിയെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അത് കേട്ടു. പക്ഷെ പാമ്പ് ഇവിടെ ഇല്ലല്ലോ സാർ. മിക്കവാറും അത് രക്ഷപ്പെട്ട് കാണും. അപ്പൊ നമ്മളിനി എന്ത് ചെയ്യടോ? നമുക്ക് തിരിച്ചു പോവാം സാർ. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഇവിടെയൊക്കെ നോക്കാം. എന്തായാലും അവിടെ ഇല്ല സാർ. വാ. എന്തായി? പാമ്പിനെ കിട്ടിയോ സാർ? ഇല്ല. അയ്യോ അതെന്താ? ഞങ്ങൾ അവിടെ മുഴുവൻ നോക്കി, പക്ഷെ പാമ്പിനെ കണ്ടില്ല. അയ്യോ അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഒന്നും ഇല്ലെന്നേ. എന്റെ ബലമായ സംശയം പാമ്പ് ജനൽ വഴിയോ വെന്റിലേറ്റർ വഴിയോ പുറത്തോട്ട് പോയിട്ടുണ്ടാവും. അത് പോയി കാണുന്ന ഉറപ്പാണോ? അതെ, ഉറപ്പാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോടോ. പാമ്പ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാരെങ്കിലും കടിക്കും. അത് പോയി കാണും. പോയില്ലെങ്കിൽ അവരതിനെ കണ്ടുപിടിക്കില്ലായിരുന്നോ? ശ്രേയ താഴേക്ക് വന്നപ്പോ പാമ്പിറങ്ങി വേറെ ഏതെങ്കിലും മുറിയിലേക്ക് പോയെങ്കിലോ? എല്ലാവർക്കും ഒരു ശ്രദ്ധയുണ്ടാവണം. പാമ്പ് പോയിന്ന് കരുതി അശ്രദ്ധമായിട്ട് നടക്കരുത്. അത് പോയിന്നുള്ളൊരു ഊഹം മാത്രമാണ്. അതെ, എല്ലാവരും ശ്രദ്ധിക്കണം. വാ. ഗംഗേ, മാളു എവിടെ? ആ, അവള് പേടിച്ച് വലിയ ക്ഷീണത്തിലാ. ഞാൻ റൂമിൽ കിടത്തിയിട്ടുണ്ട്. മാളെന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. കണ്ണടയ്ക്കുമ്പോ ആ പാമ്പിനെ സ്വപ്നം കാണുവാ. അത് മോളെ പാമ്പിനെ കണ്ട് പേടിച്ചതുകൊണ്ടാ. ശ്രീ മഹേശ്വരനെ പ്രാർത്ഥിച്ചിറങ്ങിയാ മതി. പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മോള് കണ്ണടച്ചുറങ്ങിക്കോ. ഞാൻ അടുത്തുണ്ടല്ലോ. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. മഹേട്ടാ, എന്തുപറ്റി? മഹേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. എനിക്കെന്തോ ആ പാമ്പ് പോയിട്ടില്ല എന്നൊരു തോന്നല്.
അച്ഛനും എന്നെ പോലെ പേടിച്ച് വന്നതാണോ? ഗംഗയ്ക്ക് പേടിയില്ല. അച്ഛൻ ശ്രീ മഹേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് കിടന്ന കണ്ണടയ്ക്കുമ്പോ പാമ്പിനെ കാണില്ലെന്നാ ഗംഗ പറഞ്ഞത്. അതെ, ഗംഗ പറഞ്ഞത് ശരിയാ. മഹേട്ടൻ പേടിക്കണ്ട, അവര് പറഞ്ഞതുപോലെ ആ പാമ്പ് പോയിട്ടുണ്ടാവും. മഹേട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ പൊയ്ക്കോളാം. ഗംഗേ, മോളെ മുറി കൊണ്ടു കിടത്ത്. ശരി മഹേട്ട. മോളെ